സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇപ്പോൾ മറുനാടൻ്റെ ഇപ്പോഴത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഷാജൻസ്കറിയ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെയാണ് അനധികൃത കുടിയേറ്റക്കാരെ തടയേണ്ടത്, പിന്നെ നിങ്ങൾ പെർമനൻ്റ് റെസിഡൻസി എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറ്റി വിശദമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും അവിടെയുള്ള ഭരണാധികാരികൾക്കും ഷാജൻസ്കറിയ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ പ്രശ്നമെന്ന് പറയുന്നത്, അവൻ പറയാണ് 18 വയസ്സുള്ള ഒരു അഫ്ഗാനിൽ നിന്നൊരു ഒരുത്തൻ 18 വയസ്സുള്ള ഒരുത്തൻ എങ്ങനെയോ കള്ളവണ്ടി കയറി ബ്രിട്ടനിലെത്തിയിരുന്നു. പിന്നെ അവൻ 17 വയസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ 18 വയസ്സ് പൂർത്തിയായില്ലല്ലോ. 17 വയസ്സാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ബ്രിട്ടൻ്റെ ഭരണഘടന പ്രകാരം ആ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ കള്ളം പറഞ്ഞ് 17 വയസ്സാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ് അവന് താൽക്കാലിക വിസ കൊടുത്ത് അവന് പോറ്റി വളർത്തി അവന് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം പെർമനൻ്റ് വിസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഷാജൻസ്കറിയക്ക് സഹിക്കുന്നില്ല. അത് പിന്നീട് അവൻ അവിടുത്തെ ബ്രിട്ടീഷ് പൗരനായി. അതിനുശേഷം അവൻ്റെ അമ്മായ, വാപ്പായ, മക്കളെ, സഹോദരങ്ങളെ ഇവരെ എല്ലാം കൊണ്ടുവന്നു അവരെടുത്ത് ആവശ്യപ്പെട്ടിട്ട്. അപ്പോൾ ഗവൺമെൻറ് ആദ്യം നിരസിച്ചു. പിന്നീട് ഏതോ ഒരു ഇമിഗ്രേഷൻ കോർട്ട് അവർക്ക് പിന്നെ അനുമതി കൊടുത്തു. അങ്ങനെ അവർ എത്തി. അപ്പോൾ ഇവരെല്ലാം പിന്നെ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു കമാൻഡറുടെ ബന്ധുവാണ്. അങ്ങനെ ഈ ഷാജൻസ്കറിയ, നിനക്ക് ഈ വിദ്വേഷവും വെറുപ്പും അല്ല, നിനക്ക് വേറൊന്നും നിന്റെ വായിൽ വരില്ല. നീ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വിടുപിടി ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു പോയത് കൊണ്ട് പിന്നെ അവരെല്ലാം പിന്നെ ഭീകരവാദികൾ, തീവ്രവാദികൾ. അഫ്ഗാനിസ്ഥാനിൽ ഭീകരവാദവും ഈ പിന്നെ തീവ്രവാദവും ഒക്കെ ഉണ്ടാക്കിയതാരാണ്? മനസ്സിലാക്കാത്ത കാലാകാലങ്ങളിൽ വരുന്ന അമേരിക്കൻ ഗവൺമെന്റുകളും സോവിയറ്റ് യൂണിയനും ഒക്കെ തന്നെയാണ് ചെയ്തത്. ഇവരെല്ലാം ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതായത് മുസ്ലിങ്ങളെ മണ്ടേ കുതിര കയറാൻ വേണ്ടി അവരുടെ ഇടയിൽ ചെന്ന് അവർക്ക് വാര വെച്ച് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും. കാര്യം പിന്നെ അവർക്ക് ബാക്കിയുള്ള വിവരമല്ല, വലിയ തലച്ചോറ്, വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആൾക്കാരല്ല അഫ്ഗാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എങ്ങനെ തിരിച്ച് എങ്ങനെയെല്ലാം രീതിയിൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ അടിക്കാനോ ഒരു വടി എങ്ങനെ കിട്ടാമെന്നും പറഞ്ഞ് നോക്കി നടക്കുന്ന ഈ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും അവര് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് പിന്നെ പാവങ്ങളായ കുറെ പിന്നെ അഫ്ഗാനികളായിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആയിരുന്നാലും അവരെയൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് പറയുക ഇസ്ലാം മത ഭീകരവാദമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതല്ല. അതായത് ഇവരുടെ മനസ്സിരിപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് പിന്നെ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഋഷി സനുക്ക് എന്ന് പറയുന്ന ഒരു ഹിന്ദു വംശജൻ, ഹിന്ദു ജാതിയിൽ വിശ്വസിക്കുന്ന, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ, അതായത് ഒറിജിനൽ അവർ ഇന്ത്യക്കാരാണ്. ആദ്യമായിട്ട് ഒരു ഹിന്ദു പ്രൈം മിനിസ്റ്റർ ഉണ്ടായി ബ്രിട്ടനിൽ. അത് ഇവിടെയുള്ള സംഘികൾക്കല്ല, ക്രിസംഖികൾക്ക് സഹിക്കുന്നില്ല. അപ്പോൾ ട്രംപ് അച്ചായനാണെങ്കിൽ 1ാം ക്ലാസ് അച്ചായനാണ്. അപ്പോൾ ഇവർ ആവശ്യത്തിന് ട്രംപ് അച്ചായൻ എന്ന് വിളിക്കും. മോഡി ഇവിടെ നിൽക്കും. ഇപ്പോൾ പിന്നെ മോഡി വിട്ടപ്പോഴത്തേക്ക് അപ്പോൾ ആരെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാനൊക്കില്ല. ഇവർ ഏത് വേഷവും കിട്ടും, ഏതെന്ന് പറയും. അപ്പോൾ ഒരു ഹിന്ദുവായ മനുഷ്യൻ ബ്രിട്ടനിൽ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഇവിടെയുള്ള ക്രിസംഖികൾക്ക് സഹിക്കാതെ വന്നത്. മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാരായ ക്രിസ്ത്യാനികൾ ഇന്ത്യ വന്നു പിന്നെ കയറി കച്ചവടത്തിന് വന്നിട്ട് ഇന്ത്യ മഹാരാജ്യം വെട്ടിപ്പിടിച്ചു. എങ്ങനെയാണ്? തമ്മിൽ തല്ലിച്ചാണ്. ഡിവൈഡ് ആൻഡ് റൂൾ. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക, ഹിന്ദു രാജാക്കന്മാരെ തന്നെ മുസ്ലിം ഭരണാധികാരികളെയും തമ്മിൽ തെറ്റുക, വിരോധം ഉണ്ടാക്കുക, വൈരാഗ്യം ഉണ്ടാക്കുക, അവരെ തമ്മിൽ അടുപ്പിക്കുക, എന്നിട്ട് ആ സ്ഥലം പിടിച്ചെടുക്കുക, എന്നിട്ട് മേൽക്കോയ്മ ഉണ്ടാക്കുക. അപ്പൊ ഇതാണ് അവരുടെ പരിപാടി. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധിയും പിന്നെ ബുദ്ധി മരവിച്ച ഈ സംഘികൾക്ക് മനസ്സിലാവില്ല. കാര്യം അവർ ചാണകമാണ് തിന്നുന്നത്, പിന്നെ മൂത്രമാണ് കുടിക്കുന്നത്. അവരുടെ ബുദ്ധി ഉണ്ടാവില്ല. അത് മരവിച്ചു പോയി. അതൊക്കെ രോഗികളായി പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നിനക്കൊക്കെ പറ്റിക്കാവും. അതായത് ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, വിഡ്ഢികളല്ലാത്ത, സംസ്കാര സമ്പന്നരായ, വിദ്യാഭ്യാസമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമുക്കറിയാം, കേരളത്തിലുള്ളവർക്ക് ഇത് നല്ലപോലെ മനസ്സിലാവും. പക്ഷെ വടക്കേ ഇന്ത്യയിൽ എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാതെ, വിവരമില്ലാത്ത കുറെ പാവങ്ങളുണ്ട്. അവർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും ശരി, നിന്റെയൊക്കെ മനസ്സിരിപ്പ് എന്ന് പറയുന്ന വൃത്തികെട്ട മനസ്സാണ്. വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായി നിങ്ങൾ ഇങ്ങനെ മാറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആധുനിക യുഗത്തിലെങ്കിലും നിനക്ക് ഈ വർഗീയ വിദ്വേഷം പരത്തുന്നത് നിർത്തിക്കൂടെ? നിനക്ക് നല്ല ആഹാരവും കഴിച്ചിട്ട് നീ ഈ ചാണം തിന്നാൻ എന്തിനാണ് പോകുന്നത്? ഇപ്പൊ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു,
കർണാടൻ. കർണാടന്റെ മോന് നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു, നല്ല ആഹാരം കഴിക്കുമായിരുന്നു. ഇപ്പോഴും ചാണകത്തിന്റെ രുചിയാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാര് കുറെ നാൾ നല്ലപോലെ നടക്കും, പിന്നെ വിചാരിക്കും മൃഗമായാന്തെന്ന്. അപ്പൊ അതിന് പിന്നെ പൊക്കി കൊണ്ടു നടക്കാൻ കുറെ ആൾക്കാർ കാണും. അപ്പൊ ഈ ഉച്ഛിഷ്ടം ഭക്ഷിച്ചും ഈ അമേദ്യം ഭക്ഷിച്ചും കഴിയുന്ന ആളുകളടുത്തൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കാനുള്ള ഇതാണ്, അതായത് മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക. അവിടെ രണ്ട് സ്ഥലത്തും രണ്ട് സ്ഥലത്തും മൂട്ടി കൊടുക്കുക, സെൻട്രൽ തീ കൊടുക്കുക. അപ്പൊ അവരെ അടിച്ച് ചെത്തുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഷാജസ്കറിയായും അവനെ പോലുള്ള ആൾക്കാരുടെയും പിന്നെ മനസ്സിലിരിപ്പ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഇവിടെയുള്ള മതേതരവാദികളായ, സോഷ്യലിസ്റ്റുകളായ, സംസ്കാര സമ്പന്നരായ, ആദർശ ശുദ്ധിയുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള അനീതിക്കെതിരെ, ഇങ്ങനെയുള്ള മതവിദ്വേഷം പുലർത്തുന്ന, വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവനെയൊക്കെ എതിരായിട്ട് നമ്മൾ നടപടിയെടുക്കാം. ഗവൺമെന്റ് പ്രത്യേകമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഇവനൊക്കെ ഈ അമേരിക്കയിൽ പണ്ട് ഗാർഡിനോമയിൽ ഒരു ജയിലുണ്ടാക്കി അവിടെ കൊണ്ടുപോയി കുറെ ആളുകളെ പിന്നെ നടക്കാനും ഇരിക്കാനും കിടക്കാനും വയ്യാത്ത രീതിയിലാണ് ജയിലറുകൾ ഉണ്ടാക്കിയത്. ഇവനെയൊക്കെ അവിടെ കൊണ്ടുപോയിടണം. ഈ മോഡി ആയിരുന്നാലും ശരി, അമിത്ഷാ ആയിരുന്നാലും ശരി, ഷായസ്കറിയായ പോലുള്ള തെണ്ടികളായിരുന്നാലും ശരി, എവനെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു കാരണവശാലും ഇവനെയൊന്നും വെറുതെ വിടരുത്. സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്, വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കരുത്. മനുഷ്യർ തമ്മിൽ സൗഹൃദത്തിലും സന്തോഷത്തിലും പിന്നെ സൗഹാർദ്ദത്തിൽ കഴിയട്ടെ. നിനക്കൊക്കെയുള്ള നഷ്ടം എന്താണ് അതുകൊണ്ട്? അപ്പൊ നിന്റെ കാര്യം നടക്കൂല. അതാ ആളുകളെ ചൂഷണം ചെയ്ത് നീയൊക്കെ ജീവിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും മനുഷ്യനെ കൂട്ടിക്കൊടുത്തും ഇല്ലാത്തതും ഒക്കെ ഉണ്ടാക്കി നിങ്ങളൊക്കെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പല ഇന്ത്യയുടെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പല പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറെ സ്വത്തുക്കളും ഒക്കെ പിന്നെ അവർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാല്ല. ബ്രിട്ടീഷുകാരെ ചെരുപ്പ് നോക്കി അവർക്ക് കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അതുപോലെ പിന്നെ സംഘികൾക്ക്, ഇപ്പൊ സംഘപരിവാർ ശക്തികൾക്ക് മോഡിയും കൂട്ടരും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. തൃശ്ശൂർ ഒരു പൊട്ടനെ പിടിച്ച് MP ആക്കി. അവന്റെ ധാർഷ്ട്യവും അവന്റെ അഹങ്കാരവും ഒക്കെ നിങ്ങൾ ചാനലിൽ കാണുന്നില്ലേ? ആരാണ് ഞാൻ? ആരാ നിങ്ങൾ? ആരോടാ സംസാരിക്കുന്നത്? അവൻ ആര്? രാജാവാ? അവനൊരു തെണ്ടിയല്ലേ, തെണ്ടി പരിചയല്ലേ? അവനൊക്കെ പിന്നെ സിനിമയിൽ വന്നിരുന്ന് കോപ്രായങ്ങൾ കാണിച്ചപ്പോ ആളിലൊക്കെ ധരിച്ചെന്നാണ് ഇയാളൊരു മനുഷ്യ സ്നേഹിയാണെന്നാണ്. അയാള് സ്വന്തം സ്വരൂപം മനസ്സിലാക്കിയത് ഇപ്പൊ MP-യും പിന്നെ മന്ത്രിയൊക്കെ ആയതിനു ശേഷമാണ്. അത് ഇനി ആ തെറ്റവർ തിരുത്തിക്കോളും. കേരളത്തിൽ ഒരു സീറ്റ് പോലും നിനക്കൊന്നും കിട്ടൂല. അപ്പൊ നീയൊക്കെ മനസ്സിലാക്കി വെച്ചോ. കേരളം പിടിക്കാന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും ശരി, CPI ആയിരുന്നാലും ശരി, കോൺഗ്രസിനായിരുന്നാലും ശരി, ഈ CPM-നായിരുന്നാലും ശരി, നിങ്ങളാണ് ഇവിടുത്തെ വലിയ കക്ഷികൾ എന്ന് പറയുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ രണ്ട് പിന്നെ മുന്നണികളെ നയിക്കുന്നവര്. എവിടെയെങ്കിലും എന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടെങ്കിൽ BJP കയറും. അതിനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കണം. അതായത് എവിടെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ന് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പിന്നെ LDF വിട്ടു കൊടുക്കണം. അതുപോലെ LDF-ന് എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ UDF-കാർ അവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കണം. ഈ സംഘപരിവാറുകാരെ അവന്മാരെ മൂട് താങ്ങി കിടക്കാൻ ഷാജസ്കറിയെ പോലുള്ള തെമ്മാടികളെയും ചെറ്റകളെയും നിങ്ങൾ പിന്നെ അവരുടെ മനസ്സിലിരിപ്പ്, അവരുടെ വിഷം, ഉള്ളിലുള്ള വിഷം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി ശ്രമിക്കണം. അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഇവരെ നമ്മൾ ഇവിടെ നിഷ്പ്രഭരാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡിയുടെയും കൂട്ടരുടെയും ഈ പിന്നെ മനസ്സിലിരിപ്പ് കേരളത്തിൽ നടക്കരുത്. കേരളം ലോകത്തിന് മാതൃകയാണ്. കേരളം ആദ്യമായിട്ട് ലോകത്ത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കണം. കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കണം. നിങ്ങൾ നിരീശ്വരവാദിയോ ദൈവമില്ലാത്തവരോ എന്തോ ആയിക്കൊണ്ട് പോട്ടു, അത് നമുക്ക് വിഷയമല്ല. നിങ്ങൾക്ക് ഒരാളിനെ ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ സമൂഹത്തിലെ വിഷമെന്ന് പറയുന്നത് സംഘപരിവാറുകാരാണ്. അവരെ നമ്മൾ സൂക്ഷിക്കണം. RSSകാരാണ്. അവർ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ്. അതിനെ നമ്മൾ സൂക്ഷിച്ചും കണ്ട് പിന്നെ കേരളത്തിലെ ഇലക്ഷൻ വരുമ്പോൾ ഈ നാട്ടിലെ സംസ്കാര സമ്പന്നരായ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരവരുടെ സമ്മതിദാന അവകാശം നിങ്ങൾ അത് കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുത്ത് നിങ്ങളെ വിജയിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. LDF, UDF ആരെ വന്നുകൊണ്ട് കൊടുത്തു കുഴപ്പമില്ല. പക്ഷേ ഈ സംഘപരിവാറിന്റെ ഒരു മെമ്പർ പോലും നമ്മുടെ നിയമസഭയത്ത് ഉണ്ടാവരുത് എന്ന് നമ്മളെല്ലാം പ്രതിജ്ഞ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തൽക്കാലം നിർത്തിയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.